2026 ഇനി 3 ദിവസം കൂടി ബാക്കി. ഈ വർഷം അവസാനിക്കുമ്പോൾ കടന്നു പോകുന്ന സമയം നമ്മുടെ സ്വന്തം ക്ഷണികമായ ഭൗമിക നിലനിൽപ്പിനെയും എല്ലാ കാര്യങ്ങളുടെയും ആത്യന്തികമായ അന്ത്യത്തെയും ഓർമ്മിപ്പിക്കട്ടെ. പ്രിയ ദൈവജനമേ, ഓരോ ദിവസവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്തായ തിരിച്ചുവരവിലേക്ക് നമ്മെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കേന്ദ്ര തത്വവുമാണ്. സഭ നമ്മെ ഈ നിമിഷത്തിനായി നിരന്തരമായ കാത്തിരിപ്പിൽ ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഭയത്തോടെയല്ല, പ്രത്യുത പ്രത്യാശയോടെയുള്ള ഒരുക്കത്തോടെയാണ് ഇത് ചെയ്യേണ്ടത്. കൃത്യമായ സമയം പിതാവിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായി തുടരുന്നു. ഇത് നിരന്തരമായ ആത്മീയ അവബോധത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയും ആവശ്യകതയെ അടിവരയിട്ട് പറയുന്നു. ഈ പുതുവർഷത്തിൻ്റെ പടിവാതിക്കൽ ആഴത്തിലുള്ള പ്രതിഫലനത്തിനും പശ്ചാത്താപത്തിനും നവീകരണത്തിനുമുള്ള ഒരു ദൈവിക അവസരം നമുക്ക് നൽകപ്പെടുകയാണ്. നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം നാം എങ്ങനെ ഉപയോഗിച്ചു എന്ന് പരിശോധിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദര സഹോദരി, കർത്താവിനായി ഫലം കായ്ക്കാൻ വേണ്ടിയാണോ അതോ ക്ഷണികമായ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തോട് കൂടുതൽ അടുപ്പിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും അപേക്ഷിക്കാം. നമ്മെ രൂപാന്തരപ്പെടുത്താനുള്ള അവിടുത്തെ കരുണയിൽ വിശ്വസിക്കാം. കൂടെയുള്ള കൂദാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും നാം അന്തിമ ന്യായവിധിക്കായി സജീവമായി ഒരുക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ എല്ലാവർക്കും കാണുവാനായി തുറന്ന പുസ്തകമായിരിക്കും. ഇവിടെയല്ല, മറിച്ച് സ്വർഗരാജ്യത്തിൽ. ഒരു പുതിയ വർഷത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ വിശുദ്ധ ബെർണാഡറ്റിനെ പോലെ നമ്മുടെ നിത്യഭവനമായ സ്വർഗത്തിൽ ഈശോയുടെയും മറിയത്തിൻ്റെയും സേക്രഡ് ഹാർട്ട്സിൽ പരസ്പരം കണ്ടുമുട്ടുന്നതിൽ ശ്രദ്ധ നമുക്കോരോരുത്തർക്കും കേന്ദ്രീകരിക്കാം. ക്രിസ്തുവിൻ്റെ തിരിച്ചുവരവിൻ്റെ ഉറപ്പ് ഭൂമിയിലെ നമ്മുടെ സമയത്തിൻ്റെ ഉദ്ദേശത്തെ പ്രകാശിപ്പിക്കട്ടെ. പ്രിയ ദൈവജനമേ, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. പുതുവർഷം എന്താണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയില്ല. എന്നാൽ സ്നേഹത്തിൽ വളരാനും ദൈവമക്കളാകാനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാനും കർത്താവായ യേശു ഇതിനകം അവിടെയുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു. ക്രിസ്തുവിനെ നമ്മുടെ അസ്തിത്വത്തിൻ്റെ കേന്ദ്രത്തിൽ നിർത്താൻ ഉറച്ച തീരുമാനത്തോടെ ഈ പുതുവർഷം ആരംഭിക്കാം. അങ്ങനെ അവിടുത്തെ തിരിച്ചുവരവ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദിവസമായി മാറും. കർത്താവായ യേശുവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു.